അമേരിക്കക്കും യൂറോപ്പിനും വലിയ തിരിച്ചടി നൽകുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ചൈന അടക്കമുള്ള ഫ്രണ്ട്ലി രാഷ്ട്രങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിൽ വരാൻ പോകുന്ന ഫീസുകളിൽ ഇളവുണ്ടായിരിക്കും. അവർക്ക് ഫീസ് നൽകാതെ ഹോർമുസ് കടലിടുക്കിലൂടെ സർവീസ് നടത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അല്ലാത്ത രാഷ്ട്രങ്ങൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയ പോലെ ഫീസ് ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഫ്രാൻസിന് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. അതായത് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് വിദേശ രാഷ്ട്രത്തിലെ സൈനികർക്കുള്ള കളിക്കളമല്ല എന്നാണ് ഇറാൻ ഫ്രാൻസ് നേതാവ് മാക്രോണോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ചില നീക്കങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്, സസൂക്ഷ്മം അത് നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും രൂപത്തിലുള്ള ഇടപെടലുകൾ മറ്റുള്ള വൈദേശിക രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗമായി ഇപ്പോൾ ഇന്ന് ഇറാന്റെ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഒമാനുമായി അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഹോർമുസ് കടലിടുക്ക്. കാരണം ഇറാൻ ആദ്യമേ ആവശ്യപ്പെട്ടത് ഇറാനോട് ചേർന്ന ഭാഗത്തിലൂടെ മാത്രമേ കപ്പൽ നീക്കം ഉണ്ടാകാൻ പാടുള്ളൂ, ഒമാനിനോട് ചേർന്ന ഭാഗത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കാൻ പാടില്ല, ആക്രമിക്കും എന്നായിരുന്നു. എന്നാൽ ചില ഒറ്റപ്പെട്ട കടലുകൾ അത്തരത്തിൽ സർവീസ് നടത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പൽ ആ വഴിയാണ് സർവീസ് നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് അത് അടച്ചിരിക്കുകയാണ് എന്നാണ് വാർത്ത വരുന്നത്. ഇതിലൂടെ എല്ലാം ഇറാൻ ബോധ്യപ്പെടുത്തുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കും കൈവിട്ടു തരികയില്ല, മാത്രമല്ല അവിടെ സർവീസ് ഫീ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ചൈനയ്ക്ക് ഇളവ് നൽകും, അതുപോലെ ഫ്രണ്ട്ലി രാഷ്ട്രങ്ങൾക്കെല്ലാം ഇളവ് നൽകുമെന്നത് അമേരിക്കക്കും യൂറോപ്പിനും നൽകുന്ന ഏറ്റവും വലിയൊരു പ്രഹരമാണ്. മാത്രമല്ല, റഷ്യക്കാണെങ്കിലും അത് ഫ്രണ്ട്ലി രാഷ്ട്രമാണ്, അവർക്കെല്ലാം ഹോർമുസ് കടലിടുക്ക് ഒരു പ്രതിസന്ധിയുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം അമേരിക്കക്കും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കും ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയാകുമെന്ന സൂചനയാണ് ഇറാൻ ഇപ്പോൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് റഷ്യൻ നേതാവ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണവായുധത്തെക്കാൾ ശക്തി കുറവല്ലാത്ത വിധമുള്ള ഒരു വലിയൊരു ആയുധം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. അതേസമയം ഇറാന്റെ കയ്യിൽ ഒരു തെർമൽ ന്യൂക്ലിയർ വെപ്പൺ വേറെയുണ്ട്, അത് അതിലേറെ ഗുരുതരമായിരിക്കും. അതാണ് സ്ട്രൈറ്റ് ഓഫ് മന്ദബ്. അവിടെയും ഇറാന് ആധിപത്യം സ്ഥാപിക്കാനും അടക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയും അതുപോലെ അമേരിക്കൻ രാഷ്ട്രങ്ങളും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.